പോലീസ് അന്വേഷണത്തിലെ ക്രമക്കേടുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകളും കൊണ്ട് മൂടിവെക്കപ്പെടുന്ന യഥാർത്ഥ സത്യങ്ങൾ, കൊലപാതകത്തെ ആത്മഹത്യയാക്കി മാറ്റുന്ന പോലീസ് തന്ത്രങ്ങൾ, ഇവയെല്ലാം മലയാളി കണ്ടുമടുത്ത കാഴ്ചകളാണ്. ഹരിപ്പാട് സ്വദേശി ഡോക്ടർ അനീഷ് വേണുഗോപാലിന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ? ഒരു ദുരൂഹ മരണത്തിന്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ വിരൽ ചൂണ്ടുന്നത് നിരവധി പേർക്ക് നേരെയായിരിക്കും. മരിച്ച വ്യക്തിയെ ചുറ്റിപ്പറ്റി നിന്നവരെ ആയിരിക്കും കൂടുതൽ സംശയിക്കാൻ ഇടവരുന്നത്. CID 24 ഇതിനു മുൻപ് പ്രേക്ഷകരുടെ മുൻപിലെത്തിച്ച പല ദുരൂഹ മരണങ്ങൾക്ക് പിന്നിലും ഇത്തരത്തിൽ വളരെയേറെ പേരെ സംശയിക്കാൻ ഇടവന്നിട്ടുണ്ട്. ഹരിപ്പാടുകാരനായ ഡോക്ടർ അനീഷിന്റെ മരണത്തിനു പിന്നിലും സംശയിക്കുന്ന നിരവധി വ്യക്തികൾ ഉണ്ട്. ഒരച്ഛന്റെയും അമ്മയുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്ന അനീഷിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ത്? ആത്മഹത്യയിലേക്കോ കൊലപാതകത്തിലേക്കോ അനീഷിനെ കൊണ്ടെത്തിച്ച സാഹചര്യം എന്തായിരിക്കും? CID 24 അന്വേഷിക്കുന്നു. എൻ്റെ മോന് കോടികളുടെ വാസ്തയുണ്ട്. അവന് ആത്മഹത്യയുടെ പ്രശ്നമില്ല. BDSന് രാജാസ് ദന്തൽ കോളേജ് നാഗർകോവിലിൽ വിട്ട് പഠിപ്പിച്ചു. പഠിത്തം കഴിഞ്ഞ് വന്ന് 2 വർഷം എക്സ്പീരിയൻസ് നോക്കി. അത് കഴിഞ്ഞ് മുതുകുളം വന്നിയപ്പള്ളിയില സ്വന്തമായിട്ട് ദന്തൽ ക്ലിനിക്ക് ഇട്ട് 5 വർഷം തികഞ്ഞ് അപ്പോഴാണ് കുഞ്ഞിനെ ഈ ദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. മാർച്ച് 22, 2019. 22-ാം തീയതി രാവിലെ ഇവിടുന്ന് പോയി. ഉച്ചയ്ക്ക് വന്ന് ഭക്ഷണം കഴിച്ചു. പോകുമ്പോൾ അവിടെ ക്ലിനിക്കിൽ ഇത്തിരി വർക്ക് ലോഡ് കൂടുതലുണ്ടെന്നും എറണാകുളത്ത് ആക്സിഡൻറ്റ് മരിച്ച 2 പിള്ളേർ ഇദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലെ കസ്റ്റമേഴ്സാണെന്നും അവർക്ക് സംസ്കാരം രാത്രി 1-9 മണിക്കാണെന്നും അതുകൊണ്ട് രാത്രി വരുത്തില്ലെന്നും പറഞ്ഞിട്ട് പോയി. 5 മണി കഴിഞ്ഞാണ് കൂടുതൽ പേഷ്യൻസ് ചെല്ലുന്നത്. അപ്പം അങ്ങനെ ഉള്ള ജോലി കൂടുതലുള്ള ദിവസം മിക്കവാറും മകന് അവിടെ കിടക്കും. സെക്യൂരിറ്റിയും ക്യാമറയും ഒക്കെ ഉണ്ടമ്മ, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, അവിടെ ആരും കിടക്കത്തില്ല എന്ന് പറയും. അപ്പം അങ്ങനെ നമുക്കൊരു സമാധാനം. ഇരുട്ടി വരുമ്പം രാത്രിയിൽ വഴിയിൽ വെച്ച് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പല ദിവസങ്ങളും അവിടെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രാത്രി മോനെ വിളിച്ചെങ്കിലും മരണ വീട്ടിലായിരിക്കും, ഫോൺ എടുത്തിട്ടില്ല. തിരിച്ചു മരണ വീട്ടിൽ നിന്ന് വന്ന് വസ്ത്രങ്ങളെല്ലാം കഴുകി ഹോസ്പിറ്റലിൻ്റെ ഫസ്റ്റ് റൂമിൽ 3-4 ചെയറിലായിട്ട് പാൻറ്, ഷർട്ട്, ബനിയൻ ഇതെല്ലാം കഴുകി വിരിച്ച് സീലിംഗ് ഫാൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. കിടക്കാൻ ബെഡും വിരിച്ച് 2 ടേബിൾ ഫാനും ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച ഉച്ചയ്ക്കും ഞങ്ങൾ അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വന്ന് കൊണ്ടിട്ട് പോയി. രാത്രിയിൽ വിളിച്ചെടുത്തില്ല. രാവിലെ തിരക്കാണ് പിറ്റേ ദിവസം. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരാതിരുന്നു. അപ്പോഴും തിരക്കായിരിക്കും, പേഷ്യൻ്റ് വന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ശനിയാഴ്ച 23-ാം തീയതി എന്നാൽ രാത്രിയിൽ ഇങ്ങ് വരുമല്ലോ എന്ന് വിചാരിച്ച് രാത്രി വരാതിരുന്നപ്പോൾ ഞങ്ങൾ വിളിക്കാൻ തുടങ്ങി. വിളിക്കുമ്പോൾ 2 പേരും മാറി മാറി വിളിക്കുന്നു, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. ഇരുപത്തിനാലാം തീയതി രാവിലെ വെട്ടം വീണപ്പോൾ ഞാൻ ക്ലിനിക്കിൽ ചെന്നു. വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് ക്ലിനിക്കിൽ ചെന്നപ്പോൾ ഈ ഗ്ലാസ് ഡോർ അടഞ്ഞു കിടക്കുന്ന ഷട്ടർ അല്പം പൊങ്ങിയിട്ടുണ്ട്. മോൻ്റെ കൂട്ടുകാരെന്നും പറഞ്ഞ് ഈ കൊലയ്ക്ക് കൂട്ടുനിന്ന് കൊല ചെയ്യാൻ കൂട്ടാളികളായ ഈ മൊബൈൽ കടയുടെ 3-4 പേര് കാർത്തേപ്പിള്ളിൽ ഒരു മൊബൈൽ കടയും ബേക്കറിയും നടക്കുന്നുണ്ട്. അവർ കൂട്ടുകാരാണ്. അവർക്ക് പുള്ളി അങ്ങോട്ട് പോയാലും അവരോട് പറയുമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അറിയുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ തിരക്ക് കാർത്തേപ്പള്ളിയിൽ ചെന്ന് ഇവരോട് ചോദിച്ച് മോൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ എവിടെയെങ്കിലും പോയെന്ന് ചോദിച്ചു. ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഷട്ടർ അല്പം പൊങ്ങി നിൽപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാവുന്നോ. എന്നാൽ എന്നോട് പറഞ്ഞ് നിങ്ങൾ കടയിൽ നിന്ന് ഞങ്ങൾ ഒരു ബൈക്കാൻ പോകാമെന്നും പറഞ്ഞ് അവർ 3 പേര് ഒരു ബൈക്ക് 3 പേര് ക്ലിനിക്കിലേക്ക് പോയി. ഏകദേശം ഞായറാഴ്ച ഒരു
5 മണിയോടുകൂടി ഈ ഡോക്ടറിൻ്റെ ഫാദർ എനിക്ക് വേറൊരു ഷോപ്പും കൂടെ ഉണ്ട്, കാർത്തേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വരികയും ഈ ഡോക്ടറെ കാണുന്നില്ല, ഒന്ന് വിളിച്ച് നോക്കുക എന്ന് എൻ്റെ അടുക്ക പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡോക്ടറെ ഒരു 3-4 പ്രാവശ്യം വിളിക്കുകയും പുള്ളിക്കാരൻ ഫോൺ എടുക്കാതെ വരികയും ചെയ്തിരുന്നു. അന്നേരത്തേക്ക് ഇതുകൂട്ട് അവിടെ കാർത്തേപ്പള്ളി ഷോപ്പിൽ രാഹുലും വേറെ ഷമീറും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു വാഹനത്തിൽ ഇവിടെ ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ വരികയും ഡോക്ടറിനെ 2-3 പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, ആൾ എടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഡോക്ടറെ ക്ലിനിക്കിൽ ചെല്ലുകയും ഷട്ടർ പകുതി തുറന്ന് കിടക്കുകയായിരുന്നു. അന്നേരം ഞങ്ങൾ ഷട്ടർ ബാക്കി മേളിലോട്ട് തുറന്ന് ഡോക്ടറെ എന്ന് വിളിക്കുകയും അന്നേരം അകത്ത് ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നു, ഒരു സ്മെല്ലും വരുന്നുണ്ടായിരുന്നു അകത്തുനിന്ന്. അന്നേരം ഞങ്ങൾ 2 പ്രാവശ്യം വിളിച്ചിട്ട് ഡോക്ടർ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ബലമായിട്ട് ആ ഡോറ് തള്ളി തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്ക് ഡോക്ടർ അകത്ത റൂമിൽ ഡോക്ടറെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇവർ തന്നെ SIക്ക് ഫോൺ ചെയ്ത് എനിക്ക് വിളിച്ചു പറഞ്ഞ് ഞാനിവിടെ വന്നപ്പോൾ എന്നെ അകത്തോട്ട് കയറ്റാതെ അവർ പിടിച്ചവിടെ നിർത്തി, ഈ ബേക്കറി ഈ മൊബൈൽ കടക്കാർ. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾ കൂടിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ തെക്കുന്ന് പോലീസ് ജീപ്പ് വരുന്ന കണ്ടുകൊണ്ട് ഞാനിവരെ തട്ടി മാറ്റി ഓടി ക്ലിനിക്കിൽ കയറി ഞാൻ കാണുന്ന ഭാഗം മോൻ കുറുക്ക് മേശയുടെ തെക്കേ അറ്റത്തുനിന്നും കുറുക്ക് പടിയിൽ മുട്ടുമടക്കി തിരികെ കയറ്റിയിട്ട് കണ്ണും അടച്ച് ഇയർഫോണും വെച്ച് ഇങ്ങനെ നഗ്നനായി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത്. ഈ ഡോറ് തുറന്നു തന്നെ കിടക്കുകയായിരുന്നു, ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടില്ലായിരുന്നു. ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടുണ്ട് എന്ന് വരുത്തുന്നത് അനീഷ് ഉള്ളിലുണ്ടായിരുന്നുവെന്നും അനീഷ് തന്നെ പൂട്ടിയിട്ട് അനീഷ് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്താൻ വേണ്ടിയിട്ട് മൊഴി ഉണ്ടാക്കിയ പോലെയുള്ള ഒരു സൂചനയാണ് നമുക്കിപ്പം ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെ അല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പം വിശകലനം ചെയ്യാൻ കഴിയുന്നത്. പോയി കണ്ടവർക്കെല്ലാം ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും മനസ്സിലായി ഇത് കൊലപാതകമാണെന്ന്. കാര്യം പടിഞ്ഞാറ് മേശ വെച്ച് ഭക്ഷണം കഴിച്ച് ഭക്ഷണം എല്ലാം ചേറി കിടക്കുന്നു, ഇയർഫോൺ ചെവിയിലുണ്ട്. എന്നിട്ട് കൊന്നിട്ട് കിഴക്കേ മേശയുടെ കുറുക്ക് പടിയിലോട്ട് മുട്ടുമടക്കി തെള്ളി കയറ്റി വെച്ചിട്ട് AC-യുടെ പൈപ്പിലോട്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കുരുക്കിട്ട് വെച്ചിരിക്കുകയാണ്. ഈ കൊലപാതകികളുമായി പിടിക്കുമ്പോൾ ഉടുത്തിരുന്ന കൈലി ബോഡിയുടെ അടുത്ത് നിന്ന് ദൂരെയാണ് കിടന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ജനൽ പാളി തുറന്നു കിടന്ന ഇത് അകത്തുള്ള ഈ മുറിയുടെ പടിഞ്ഞാട്ടുള്ള ജനലിൻ്റെ ഒരു പാളി തുറന്നു കിടക്കുകയായിരുന്നു. ഈ ഭക്ഷണത്തിൻ്റെ ബാലൻസ് തട്ടിത്തെറിച്ച് ആ റൂമിലൊക്കെ ഇന്നും കിടപ്പുണ്ട്. പാദം തറയിലോട്ട് കിടക്കുക, അതിൻ്റെ കീഴിലാണ് രക്തം തളം കെട്ടി കിടക്കുന്നത്. ആ മുറിക്ക് ആ മുഴുവനും ബ്ലഡാണ്. 78 കിലോ ഉണ്ടെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുണ്ട് മകന്. ആ മകൻ ഒരു AC-യുടെ പൈപ്പിൽ, അത് തന്നെയല്ല ഈ AC-യുടെ പൈപ്പിൽ പൊങ്ങി കുത്താങ്കിൽ ആർക്കും പിടിക്കാം, പൊക്കക്കുറവ. ആ ഭാഗത്താണ് ഈ സംഭവം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ വെയിറ്റ് കൊണ്ട് ഈ കമ്പി ഈ പൈപ്പ് താഴോട്ട് വളയേണ്ട സാഹചര്യമുണ്ട്. അത് ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികമായിട്ടൊരു ജീവനോടുകൂടി ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകാവുന്ന ആ പ്രഷേഴ്സിൽ ഒക്കെ തന്നെയും ഇത് അടന്ന് വീഴത്തക്ക രീതിയിലും അദ്ദേഹത്തിൻ്റെ വെയിറ്റ് താങ്ങത്തക്ക രീതിയിലുള്ള ഒരു പൈപ്പുമല്ല. പക്ഷെ പൈപ്പിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഒരു കേടുപാടുകളും ഉണ്ടായിട്ടില്ല. ശനിയാഴ്ച തൊട്ട് ഞങ്ങൾ പുള്ളിയുടെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ശനിയാഴ്ച ഞങ്ങളുടെ കടയിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചുകൊണ്ടായിരുന്നു പുള്ളി പോയത്. അപ്പോൾ ലാപ്ടോപ്പ് ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ചപ്പോൾ അന്ന് തൊട്ടേ ഫോൺ അടിക്കുന്നില്ല. അന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രി ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഫോൺ എടുക്കാഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. കടയിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പുള്ളിയുടെ ക്ലിനിക്ക് തുറന്നിട്ടുണ്ടോ ഇല്ലയോ. അപ്പോൾ ഷട്ടർ ഫുള്ള് താന്ന് കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയൊന്നുമില്ല. ഞായറാഴ്ച ഒരു അച്ഛൻ വന്ന് തിരക്കിയപ്പോഴത്തേക്കാണ് സംഭവം അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പരിശോധിച്ചതിനകത്തുനിന്ന് ഈ മൃതദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്, ആ സമയത്തെ സീൻ ഓഫ് ഒക്കറൻസിൽ മൃതദേഹത്തിൻ്റെ ആ ഒരു ഇരിപ്പ്, പിന്നെ അതിൻ്റെ സാഹചര്യങ്ങൾ, ഈ സംഭവം നടന്ന ഈ മുറിയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക സവിശേഷതകൾ, ഇതൊക്കെ തന്നെ അവരെന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ എനിക്കും തോന്നി ഇതിലെന്തോ ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട്
സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദുരൂഹ സാഹചര്യങ്ങളിലെ മരണങ്ങളിൽ ബോഡി എടുക്കുന്ന സമയം ഉയർന്ന റാങ്കിലെ ഉദ്യോഗസ്ഥർ വേണമെന്നിരിക്കെ ആ നിയമം മറികടന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അനീഷിന്റെ ബോഡി താഴെ ഇറക്കിയത്. ഞാൻ പറഞ്ഞു RDO വന്നിട്ട് എൻ്റെ ബോഡി ഇറക്കിയാൽ മതിയെന്ന്. അപ്പം പറഞ്ഞു RDO വരത്തില്ല, ഇതിനൊന്നും RDO ഉള്ളതല്ല. എന്നാൽ ഞാൻ പറഞ്ഞു RDO വരത്തില്ലെങ്കിൽ കായംകുളത്തുനിന്ന് DYSPയെ വിളിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ ബലാത്കാരണം ബോഡി ഇറക്കിച്ചു. ഈ ബോഡി എന്നെ കാണിക്കാതാണ്, എന്നെയോ ഞാൻ എൻ്റെ അർഹതപ്പെട്ട ഞാൻ പറയാത്ത വ്യക്തികളെയോ അതിൽ കിടത്താതാണ് പോലീസ് ബലപ്രയോഗം നടത്തിയാണ് ആ ബോഡി അവിടുന്ന് അഴിച്ചത്. അനീഷിന്റെ പക്കൽ നിന്നും ഒരാൾ 5 ലക്ഷം രൂപ കടം വാങ്ങിയിരുന്നു. ചോദ്യം ചെയ്യുന്നതിനായി DYSP വിളിച്ചപ്പോൾ ഈ 5 ലക്ഷം രൂപ വാങ്ങിയ ആൾ മാത്രം ചെന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇയാൾ മാത്രം DYSPയുടെ മുമ്പിൽ ഹാജരാകാതിരുന്നത്? DYSPയുടെ ഇടപാടിൽ ഞാൻ പറഞ്ഞു പ്രതികളെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് പരാതി DYSPക്ക് കൊടുത്തപ്പോൾ DYSP അവിടെ നിന്ന് SIയെ വിളിച്ചു പറഞ്ഞു മറ്റന്നാൾ ഈ പ്രതികളെയെല്ലാം കനകക്കുന്നി വരുത്തണം, ഞാനും വരും, അവിടെ വെച്ച് ചോദ്യം ചെയ്യണമെന്ന്. ഞാനും പോയി ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനും ചെന്ന് DYSPയും വന്ന് ഈ പ്രതികളിൽ പ്രധാന കക്ഷി ബിജു എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ മോനോട് വാങ്ങിയ കക്ഷി മാത്രം വന്നില്ല. അവനാണ് യഥാർത്ഥ കൊലയാളി. ആ ആളാണ് മകനോട് കാശ് വാങ്ങിച്ചിരിക്കുന്നത്, 5 ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുന്നത്. എൻ്റെ പേരിലും മോൻ്റെ പേരിലും പോസ്റ്റ് ഓഫീസിലുള്ള RDക്ക് മറ്റൊരു കാർ എടുക്കാനായിട്ട് വെച്ചിരുന്ന പൈസയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലെ വക്കീൽ പോലും ചോദിച്ചു, ഈ കാശ് മേടിച്ച ആളിൻ്റെ ഒന്നും സ്റ്റേറ്റ്മെൻ്റ് ഇല്ലല്ലോ, ഇവർ പ്രതികളെ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ, പ്രതികളെ ഒന്നും ചോദ്യം ചെയ്തതിൻ്റെ ഒന്നും സ്റ്റേറ്റ്മെൻ്റ് ഇല്ലല്ലോ എന്ന് നമ്മുടെ വക്കീൽ പറഞ്ഞു. ഡോക്ടറായിട്ട് എനിക്ക് കാശിൻ്റെ ഇടപാടുണ്ടായിരുന്നെന്ന് ബിജു അംഗീകരിച്ചിട്ടുണ്ടെന്ന്, സമ്മതിച്ചിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെ ആ ഒരു വാചകമുണ്ട്. അല്ലാതെ ഇവരെ ആരെയും ചോദ്യം ചെയ്തതായിട്ടുള്ള ഒരു രേഖകളും കോടതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് SI കാണിച്ചിട്ടില്ല. പക്ഷെ പ്രധാനമായിട്ട് നമുക്ക് അതിനകത്ത് മിസ് ചെയ്തത് ഈ ബിജു എന്ന ആളെ ചോദ്യം ചെയ്തതായിട്ടോ അദ്ദേഹത്തിൻ്റെ മൊഴിയോ ഒന്നും തന്നെ ഈ SI കേരള ഹൈക്കോടതിയിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് റിപ്പോർട്ടിനകത്തൊന്നും ഹാജരാക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ബിജു എന്ന് പറഞ്ഞ വ്യക്തിയുമായിട്ടുള്ള ഒരു പണമിടപാടിനെ കുറിച്ച് പറയുന്നുണ്ട്. സുഹൃത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്നപ്പം ബ്ലഡ് വന്ന പുള്ളിയാണ് ഈ ആക്സിഡൻ്റ് ആയ സമയത്ത്. പുള്ളി ആ സമയത്ത് വണ്ടാനത്തുണ്ടായിരുന്നു. പുള്ളിയല്ല, പുള്ളിയാണ് പിന്നെ അറേഞ്ച് ചെയ്തത്. അപ്പം എന്നെ മുഖം പുള്ളിക്ക് അപ്പച്ചി കണ്ട് ഓർമ്മയുള്ളതുകൊണ്ട് പുള്ളി തിരക്കി. അപ്പം ഞാൻ അന്ന് അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കാര്യം പുള്ളി അറിഞ്ഞു. അങ്ങനെ പുള്ളി കുറച്ച് സഹായം ചെയ്തിട്ടാണ് ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞ് പിന്നെ പുള്ളി എന്നെ കാണാനൊക്കെ പോയത്. പിന്നെ അതൊരു സൗഹൃദമായിട്ട് തോന്നി. സാമ്പത്തിക ഇടപാടെന്ന് വെച്ചാൽ എൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അയാൾ പൈസ തരുവാണെങ്കിൽ പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് മൊബൈൽ അയാൾ നിന്ന് മേടിച്ച പൈസയാണ്, ഇന്ന് വൈകിട്ടാലും നാളെ തിരിച്ചു കൊടുക്കണം, അങ്ങനെ പോകത്തുള്ളൂ. അതുപോലെ എൻ്റെ നിന്ന് മേടിച്ചിട്ടുണ്ട്, വർക്ക്ഷോപ്പിലേക്ക് വേണ്ടി എൻ്റെ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ അത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മരിച്ച ശേഷം ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവർ പറയും ആ മരിച്ചു പോയോണ്ടാകും നമ്പർ തള്ളുവാന്ന് പറയും. സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു, ആ സ്വർണ്ണം എല്ലാം പോയി. അത് എനിക്കറിയത്തില്ല, അത് അവളെ നാലത്തറ കടയിലാണ് വെച്ചത്, ലക്ഷ്മി എന്ന് പറയും. കൊച്ചിൻ്റെ മാറിയാന്ന് തോന്നുന്നു. ചോദിച്ചു കൊടുത്തേ, അന്ന് അവർ അമ്മയോടാണ്ട് പിണങ്ങിയിട്ട് വന്ന് എന്നോട് ചോദിച്ചാൽ വർക്ക്ഷോപ്പിൽ കൊടുക്കണമെന്നും വണ്ടി ഇറക്കാൻ വേണ്ടിയാണെന്നും പറഞ്ഞു. അപ്പോൾ ഞാനാ കൊണ്ട് വെച്ച് കൊടുത്തത്. ഇപ്പോൾ ആ സ്വർണം ഓണത്തിന് ലേലം വിളിച്ച് പോയിട്ടുണ്ട്. ഒരിക്കലും ഇല്ല, അത് വെറും തോന്നലാണ്. ആരും സാറിന് ഈ പറഞ്ഞ ആരും മനസ്സിലായല്ലോ. സാറിൻ്റെ അടുത്തൊരു 5 വട്ടം ഞാൻ പൈസ ചോദിച്ചിരിക്കട്ടെ, 6 സാർ എന്തോ പറയും, നോ പറയുമോ? പറയും. ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് വരുവാണെങ്കിൽ അതിൻ്റെ തെളിവ് എന്നോട് മേടിക്കും. ഒരിക്കലും ഇല്ല. ആരെയും ഒരു 5000 ചോദിച്ചാലും പുള്ളി ഇന്ന് തന്നിട്ട് പറയും, നാളെ ഇന്ന് തന്നിട്ട് തരുമ്പോൾ പറയും ഇത് മൊബൈൽ ഇടക്കാരനെ റോൾ ചെയ്യുന്നതാണ്, എനിക്ക് വൈകിട്ട് കൊടുക്കണം, എൻ്റെ കയ്യിൽ അതിനുള്ള ആസ്തിയില്ല, വിച്ചെണ്ണ ചുറ്റിക്കരെന്ന് പറയും. അങ്ങനെ പറയേണ്ടായിരുന്നൊരു വ്യക്തിയുടെ 5 ലക്ഷം ഞാൻ എങ്ങനെ ചോദിക്കുന്നത്? ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് DYSP പോയതിനു ശേഷം അനീഷിന്റെ അച്ഛനെ മാനസികമായി തളർത്തുന്ന രീതിയിലായിരുന്നു പോലീസുകാർ പിന്നീട് സംസാരിച്ചത്. ഈ വന്ന കൊലയാളികളെ എല്ലാം തോളെ കൈയിട്ടുകൊണ്ട് അവരെ കൊണ്ട് എന്നത്തെ ചോദ്യം ചെയ്യിക്കുമായിരുന്നു പോലീസുകാരെ. കരുവാറ്റക്കാരനൊരു പോലീസുകാരന് അയാൾ ഇവരുടെ തോളെ കൈയിട്ടും കൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണേലും പറഞ്ഞോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ അവിടെ ഇരുത്തിക്കൊണ്ട്
ഇവർ തേജോവധം ചെയ്യിച്ച് ഓരോരുത്തരെയും കൊണ്ട്, ഓരോ പ്രതികളെയും കൊണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാനുണ്ട് അതല്ല. ഇങ്ങനെയാണോ ചോദ്യം ചെയ്യൽ? ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണോ? അവരുടെ തോളെ കൈയിട്ടും കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളാൻ എന്ന് പറഞ്ഞാൽ, അതായത് ഹസ്ബൻഡിനെ കൊണ്ട് അതിന് മറുപടി പറയാൻ അവർ അനുവദിച്ചില്ല. എന്ന് വെച്ചാൽ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നോണമെന്ന് ആ രീതിയിലാണ് അവിടെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. ഇത് കടബാധ്യത ഉണ്ടല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മോന് കടബാധ്യത ഇല്ല. പിന്നെ എങ്ങനെ കടബാധ്യത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞു, ആ ശരി, എൻ്റെ പോലീസുകാരന് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്, അന്ന് ഉത്തരം പറയുന്നു പറഞ്ഞ് SI എഴുന്നേറ്റാൻ പോയി. അപ്പോൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് മേശയുടെ അരി വെച്ചിട്ട് അതിൻ്റെ മേളിൽ പേപ്പർ വെച്ചിട്ടാണ് എന്നോട് ചോദ്യത്തിന് ഞാൻ കയറുന്നതിന് മുമ്പ് അവൾ ഒരുക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഈ പോലീസുകാരൻ എന്നോട് 12 ചോദ്യം ചോദിച്ചു. 12 ചോദ്യം ചോദിച്ച് അങ്ങേര് നാക്ക് വായിലിടുന്നതിന് മുമ്പ് ഞാൻ 12 എണ്ണത്തിനും ഉത്തരം പറഞ്ഞു. അപ്പോൾ അവരുദ്ദേശിച്ച് എവിടാ പഠിച്ചത്? ഇന്നെടുക്കാം. ഡൊണേഷൻ കൊടുത്താണോ പഠിച്ചത്? ആണ്. എത്ര കൊടുത്ത്? 1.5 ലക്ഷം കൊടുത്ത്. ക്ലിനിക്ക് ഇട്ടതോ? എത്രയായി? ഇത്രയായി. അതിന് ലോണുണ്ടോ? ഇല്ല. പഠിച്ചതിന് ലോണുണ്ടോ? ഇല്ല. അപ്പോൾ ഇവർ കടബാധ്യത എന്നുള്ളത് യാതൊരു കാരണവശാലും തെളിയിക്കാനും അവർക്ക് മൊഴിയെങ്കിലും കിട്ടിയില്ല. ഡോക്ടർ അനീഷിന്റെ ക്ലിനിക്കിന് മുൻപിലുണ്ടായിരുന്ന ട്രഷറിയിൽ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം നടന്ന ദിവസം അത് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ട് നിർണായകമായ പല തെളിവുകളും ലഭിച്ചിട്ടില്ല. ദേവിക്ക് ചാർത്താനുള്ള മാലിന്യം കവല വേണുവിൻ്റെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ മേടിച്ചുകൊണ്ട് നിന്നപ്പോൾ പല ദിവസവും അപ്പുറത്തെ എൻ്റെ അനന്തരവനെന്ന് പറയുന്നവൻ 3-4 ആൾക്കാരെ മോനെ ചൂണ്ടിക്കാണിച്ച് ഇവിടെ വന്നെച്ച് പറഞ്ഞ് 3-4 ഗുണ്ടകളെ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് സൂക്ഷിച്ചോളാം, അവിടെ രാത്രി കിടന്നോളാൻ പറഞ്ഞത് തന്നെ ആ ഒരു ഭയത്തിലാണ്. ഇരുട്ടുവാണെങ്കിൽ വരണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം NDPC റോഡിൽ വരുമ്പോൾ അവിടെ ജനവാസമില്ല. വഴിയിൽ വെച്ച് ഇവന്മാരെന്തെങ്കിലും ചെയ്യും, സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ സമയത്തുള്ള യാത്ര വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ആകുമ്പോൾ പോലീസുണ്ട്, ക്യാമറയുണ്ട്, ഇതെല്ലാം കട്ട് ചെയ്തിട്ടാണ് ഈ പരിപാടി നടത്തിയത്. ഇതുപോലുള്ള കേസുകളിൽ കേട്ടുവരുന്ന ഒരു കാര്യം, സംഭവ സ്ഥലത്തോ പരിസരത്തോ CC ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിലും സംഭവ സമയത്ത് CC ക്യാമറകൾ പ്രവർത്തനരഹിതമായിരുന്നു എന്നുള്ളത് തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി CC ക്യാമറകൾ ആസൂത്രിതമായി തന്നെ നശിപ്പിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ട്രഷറിയുടെ സെക്യൂരിറ്റി പോലീസ് ഉണ്ട്. ഈ ബിൽഡിംഗ്, ഈ ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഉള്ളതാണ്. ക്യാമറ ഉള്ളത് അവിടെ. ആ ക്യാമറയെല്ലാം കട്ട് ചെയ്തിട്ടിരുന്നത്. 2 ക്യാമറ ഉണ്ട്. ആ 2 ക്യാമറയും കട്ടിങ് ആയിരുന്നു. അതൊക്കെ ഇതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത്. പരിസരത്തുണ്ടായിരുന്നവരെല്ലാം അകത്ത് കയറിയിറങ്ങിയതിനു ശേഷമാണ് അവിടെ പോലീസ് നായയെ കൊണ്ടുവരുന്നത്. ഒരു കൊലപാതകമോ ദുരൂഹ സാഹചര്യത്തിലെ മരണമോ ഉണ്ടായാൽ അവിടെ പാലിക്കേണ്ട നിയമ നടപടികൾ ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പട്ടി ഇറക്കി പട്ടി അകത്തോട്ട് കയറ്റി ഡോറുണ്ട്. അവിടെ മോൻ്റെ ഒരു ജോഡി ചെരുപ്പിരിപ്പുണ്ട്. അവിടെ കൊണ്ടുവന്ന് അവിടെ വന്ന് പട്ടി കുത്തിയിരിക്കുമ്പോൾ ഒരു പോലീസുകാരൻ പട്ടിയുടെ അടുത്ത് കുത്തിയിരുന്നിട്ട് ഒരു വിരൽ കൊണ്ട് ചെരുപ്പ് ചൂണ്ടിക്കാണിച്ചു. പട്ടിക്ക് കുനിയാൻ പറ്റത്തില്ല. പട്ടി ആ ഇരിപ്പിരുന്നു. 2 പ്രാവശ്യം കാണിച്ചു, 3 പ്രാവശ്യം കാണിച്ചു. പട്ടി അനങ്ങിയില്ല. 3ാമത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പേര് കൈകൊണ്ട് ഒരു ചെരുപ്പെടുത്ത് പട്ടിയുടെ മൂക്കിനിങ്ങനെ വെച്ച് പോലീസുകാർ. എന്നിട്ട് നാട്ടുകാരുടെ മുമ്പിൽ പട്ടി മണത്തൂന്ന് വരുത്തിയിട്ട് പട്ടിയുടെ ചര അയച്ചു കൊടുത്തു. ഫസ്റ്റ് റൂമിൽ പട്ടി 3 ഓടി. സെക്കൻഡ് റൂമിലും പട്ടി മണത്തില്ല. തലയും പൊക്കി പിടിച്ചുകൊണ്ട് ഒരു വലത്തോടി. ഇടയ്ക്കിടെ അവിടെ മാത്രം ഓടിയിട്ട് പട്ടി ജീവനും കൊണ്ട് പുറത്ത് ചാടി. പുറത്ത് ചാടി സ്റ്റെപ്പിൻ്റെ പുറത്ത് വന്ന് പട്ടി കുത്തിയിരുന്നു. അപ്പോൾ നാട്ടുകാർക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തതുകൊണ്ട് പട്ടി മണം പിടിച്ചില്ല, പട്ടി പുറത്തിറങ്ങി എന്നുള്ള വരുത്താൻ വേണ്ടി. കടബാധ്യത മൂലം അനീഷ് ആത്മഹത്യ ചെയ്തതാണെന്ന് തെളിയിക്കാനും പോലീസ് കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സാമ്പത്തിക ബാധ്യത പോലും ഇല്ലാത്തൊരാൾ എന്തിന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണം? അറിഞ്ഞിടത്തോളം ഡോക്ടർ അനീഷിനാണ് 5 ലക്ഷം രൂപയോളം കിട്ടാനുള്ളത്. ഈ പ്രതികളെന്ന് പറയുന്നവരാരുമായിട്ട് ഒരു വഴക്കോ പിണക്കോ ഒന്നുമില്ല.
പക്ഷേ എല്ലാവരോടും സ്നേഹമായിട്ട് അങ്ങനെ മുഖം കറുത്ത് ഒരു വാക്ക് ആരോടും പറയാറില്ല. വെറും പാവമായിരുന്നു. പാവം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരി ടീച്ചേഴ്സ് ഇവിടെ വന്ന് പറഞ്ഞു പോലെ ഇത്ര പാവം മണ്ടനും ആയിപ്പോയല്ലോ, കൈ കിടന്ന കാശ് കൊടുത്തേ ചെല്ലിയോ ഈ മരണം ഏറ്റുവാങ്ങിയത് എന്നാ അവർ പറയുന്നത്. ഒരു ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഒരു സാധാരണഗതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ ഇതിനപ്പുറത്തേക്ക് ദുരൂഹമായ എന്തെങ്കിലും ഇടപാടുകൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ചോദിച്ചു. ദുരൂഹമായ ഇടപാടുകളൊന്നും തന്നെ ഇല്ല. അതിൻ്റെ ആവശ്യം പുള്ളിക്കില്ല. പുള്ളിക്ക് സാമ്പത്തികമായിട്ടായാലും എല്ലാ രീതിയിലാണെങ്കിലും നല്ല ഇതുള്ള വ്യക്തിയായിരുന്നു, കടവുള്ള വ്യക്തിയല്ല എന്നെ സംബന്ധിച്ചുള്ള. പിന്നെ മാനസികമായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്കറിയില്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കേസ് അട്ടിമറിച്ചാൽ ഇവർക്കൊന്നും ഒരു ശിക്ഷയും ഗവൺമെൻറ് കൊടുക്കുന്നില്ലല്ലോ. ഗവൺമെൻറ് കൊടുക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു ശിക്ഷ? ഏതെങ്കിലും ഒരു കാരണത്തിന് ഇവർക്ക് ശിക്ഷ കിട്ടുന്ന എന്തോ ഒരു സസ്പെൻഷൻ, പിന്നെ ശമ്പളത്തോടു കൂടി സർവീസിൽ കയറുക. ഇതല്ലാതെ കൊണ്ട് ഗവൺമെൻറ് ഒന്നും അവർക്ക് ചെയ്യുന്നില്ലല്ലോ. മോനോട് പരിചയപ്പെട്ട ഒരു വ്യക്തിയും സ്ഥലത്ത് പോയി അങ്ങേര് ചികിത്സിച്ചിട്ടുള്ളതും അങ്ങേരുമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയും മോനെതിരെ ഒരു അഭിപ്രായവും പറയത്തില്ല. അതായത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ ഇനി ഒരമ്മയ്ക്കോ അച്ഛനും ഇതുപോലുള്ള ദുഃഖം ഉണ്ടാകരുത്. ഈ രീതിയിൽ ഒരേ ഒരു മകന്, ഒരു മക്കൾക്കും ഇങ്ങനെയുള്ള മരണം സംഭവിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ എവിടം വരെ പോകാതെ അവിടം വരെ ഞങ്ങൾ പോയി. അപ്പം ഡോറ് തുറന്നിട്ടുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? നഗ്നനായിട്ട് നിന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? തുണി നാളത്തേക്ക് ഉടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുണി കഴുകി ക്ലോത്ത്സ് ലൈനിൽ ഇട്ടിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുമോ? ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പകുതി കഴിച്ചിട്ട് പകുതി മാറ്റി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഈ ആത്മഹത്യ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ പൈപ്പിൽ ഒരു ചെറിയ അധികം കനമില്ലാത്ത ഒരു പൈപ്പിൽ ലിഗേച്ചർ ഇട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. എൻ്റെ മോന് കോടികളുടെ വാസ്തിയുണ്ട്. അവന് ആത്മഹത്യയുടെ പ്രശ്നമില്ല. ഞങ്ങൾ 2 പ്രാവശ്യം വിളിച്ചിട്ട് ഡോക്ടർ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ബലമായിട്ട് ആ ഡോറ് തള്ളി തുറന്ന് അകത്ത് കയറുകയും, അകത്ത് കയറുമ്പോഴത്തേക്ക് ഡോക്ടർ അകത്ത റൂമിൽ ഡോക്ടറെ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. മുട്ട് മടക്കി തിരികെ കയറ്റിയിട്ട് കണ്ണും അടച്ച് ഇയർഫോണും വെച്ച് ഇങ്ങനെ നഗ്നനായി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കാണുന്നത്. ആ മുറിക്ക് മുഴുവനും ബ്ലഡാണ്. ഇതൊരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 5 ലക്ഷം രൂപ മേടിച്ചിട്ടില്ല, ഒരിക്കലും ഇല്ല. അത് വെറും തോന്നലാണ്. ഈ കൊന്ന കൊലയാളികളെ എല്ലാം തോളെ കൈയിട്ടുകൊണ്ട് അവരെ കൊണ്ട് എന്നത്തെ ചോദ്യം ചെയ്യിക്കുമായിരുന്നു. ഈ പ്രതികളെന്ന് പറയുന്നവരാരുമായിട്ട് ഒരു വഴക്കോ പിണക്കോ ഒന്നുമില്ല. പക്ഷേ എല്ലാവരോടും സ്നേഹമായിട്ട് അങ്ങനെ മുഖം കറുത്ത് ഒരു വാക്ക് ആരോടും പറയാറില്ല. വെറും പാവമായിരുന്നു. ദുരൂഹതകൾ ഒഴിയാത്ത കുറ്റകൃത്യങ്ങളും അഴിമതികളും നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 9207078633. വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ ID cid24@24news.com.